ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണിന്ന്. ഇന്ന് ഞാൻ കാണിച്ചു തരാട്ടെ എന്താണെന്നുള്ളത്. എനിക്കാണെങ്കിൽ രാവിലെ ജോലിക്കൊക്കെ വന്നിട്ട് ഒരു നൃത്തപ്രതി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ വൈകുന്നേരം ഇത്ര ചിരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവില്ല. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. നടന്നിട്ടൊന്നും വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇതേ നമ്മളെ ഫ്ലാറ്റിലെത്തി. ലിഫ്റ്റിലേക്ക് എത്തിയിട്ട് പണ്ടാരം ലിഫ്റ്റ് താഴേക്കൊന്നും വരുന്നില്ല. 10ൽ കിടന്നോ 9ൽ കിടന്നോ ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ലാഗ് പോലെ തോന്നി ലിഫ്റ്റൊക്കെ താഴേക്ക് വരാൻ. നമ്മളാരെയും കാണാൻ ഇത്രയും കൊതിച്ചിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം ലാഗായ പോലെ തോന്നും അല്ലേ. അങ്ങനെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്ലോറ് ഞെക്കി ഇത് മേലേക്ക് പോവാണ്. ഇനി ഇതാരാ വന്നിട്ടില്ലെന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ അമ്മയും അച്ഛനും അനിയനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്ന്. കാരണം നമ്മൾ പണ്ട് വീട്ടിൽ, അതായത് ഇവിടുന്ന് നാട്ടിലേക്ക് പോയി വീട്ടിലേക്കെല്ലാം പോയി അതേ സെയിം ഫീലായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണാന്നൊക്കെ വന്നപ്പോൾ തൊട്ടേ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഞാനും അമ്മയും കുക്കിങ്ങിലേക്ക് കടന്നു. പിന്നെ അമ്മ വന്ന കാരണം അടുക്കള ഞാൻ അമ്മക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ പാചകമായിരിക്കും ഇനി കുറച്ച് നാളുകളിൽ. എനിക്കിനി റെസ്റ്റാണ്. കുഞ്ഞിപ്പെണ്ണ പിന്നെ അച്ഛൻ്റെ കൂടെ നല്ല കളിയാണ്. ഏട്ടനും പറഞ്ഞ പോലെ അച്ഛനോട് കുറേ ദുബായിനെ വിവരിക്കലും കുറേ സൊറ പറയലൊക്കെയാണ് ഏട്ടൻ. അങ്ങനെ അവർ രണ്ടാളും അവിടെ സെറ്റായി, ഞാനും അമ്മയും ഇവിടെ സെറ്റായി. അപ്പോൾ വരും വീഡിയോകളിൽ ഇവരെയും കൊണ്ടുള്ള കറക്കമൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഇതേ 10 മണിയായി നേരം. ഇന്ന് എനിക്ക് ഉറക്കമൊന്നുമില്ല. ഏട്ടന് അതിശയായിരുന്നു. സാധാരണ ഞാൻ ഭയങ്കര ക്ഷീണത്തോടു കൂടി 10 മണിയാകുമ്പോൾ ഫ്ലാറ്റ് ആവുന്നതാണ്. ഇന്നും എനിക്ക് ഉറങ്ങാനൊന്നും ഇല്ലയെന്ന് ഇങ്ങോട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് കേട്ടോ. അങ്ങനെ ഇതേ സമയമൊക്കെ വൈകി. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ആ ഉറക്കമേ ഇല്ല ഇവരെ ഒന്നും കണ്ടിട്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവരെ കാണിക്കണം, കുഞ്ഞിപ്പെണ്ണൻ്റെ ഡാൻസ് കാണിക്കണം, പാട്ട് കാണിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.